ഇനി വേറൊരു ഉഗ്രൻ പാർട്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ആളാണ് വേണ്ടപ്പെട്ട വേടൻ. ഞാൻ രാവിലെയും വൈകുന്നേരവും ബീഫാണ് കഴിക്കുന്നത്. ആർക്കാണ് അതിൽ പ്രശ്നം? വേട അതിനകത്ത് ആർക്കും പ്രശ്നമില്ല. ബീഫ് ഒരുപാട് കഴിച്ചാൽ ചിലപ്പോൾ യൂറിക് ആസിഡ് കൂടാനും കൊളസ്ട്രോൾ കൂടാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ കയറി പോകും. ചിലപ്പോൾ അറ്റാക്കിന് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടിയിട്ട് പിന്നെ ഗൗട്ടായി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ ഒരുപാട് ബീഫ് കഴിക്കുന്ന ഒരാളായിരുന്നു. ബീഫ് മാത്രമല്ല റെഡ് മീറ്റ് പൊതുവെ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ആദ്യം അടിച്ചത് യൂറിക് ആസിഡാണ്. പിന്നെ ഹാർട്ട് അറ്റാക്ക്, അതും കൊളസ്ട്രോൾ കൂടും. പാരമ്പര്യമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൂടും. അല്ലെങ്കിലും ഒരുപാട് ബീഫ് അങ്ങനെ കഴിക്കാൻ കൊള്ളത്തില്ല. ഒത്തിരി കഴിക്കരുത്. പിന്നെ ഡയറ്റീഷ്യനെ കാണുക, ഡയറ്റീഷ്യനോട് ചോദിക്കുക. പിന്നെ ആക്ടിവിറ്റീസ് അത്ര ഉണ്ടെങ്കിലേ ഇതിനൊക്കെ പ്രയോജനമുള്ളൂ കഴിച്ചിട്ട്. വേണം ചുമ്മാ പാട്ടും പാടി എവിടെ ഇരുന്ന് കുറച്ച് പരിപാടി അവതരിപ്പിക്കുന്ന ഇത്രയും ബീഫ് തിന്നേണ്ട ആവശ്യമില്ല. അത് നോക്കണം. ഈ കാലറീസ് ഒക്കെ ആവശ്യമുള്ളത്രയൊക്കെ കഴിച്ചാൽ മതി. അല്ല രാവിലെ വരും ബീഫ് തിന്നുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അത് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അത് ചിലപ്പോൾ നമുക്കൊരു പ്രശ്നമാണ്. എനിക്കങ്ങനെ അനുഭവം കൊണ്ട് പറയാം. ഞാൻ കുറേ ബീഫൊക്കെ തിന്നുവാണ് ചുമ്മാ ഇങ്ങനെ. പക്ഷേ ബീഫ് ഇപ്പോഴും തിന്നുന്നുണ്ട്. ബീഫ് അത്യാവശ്യം കഴിക്കണം. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ വൈകിട്ടും ബീഫ് തന്നെ തിന്നരുത്. വെറുതെ പറഞ്ഞായിരിക്കും, എന്നും അങ്ങനെ ആയിരിക്കത്തില്ല. എന്നാലും ബീഫ് അധികം തിന്നാൻ നോക്കുക. ഒന്നാമത് ഈ പറഞ്ഞതല്ലേ. പിന്നെ ബ്ലഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട. ഈ ലിപ്പിഡ് പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതിനകത്ത് അറിയാം. പിന്നെ യൂറിക് ആസിഡും ഈ രണ്ടെണ്ണം എന്തെങ്കിലും ഒരെണ്ണം സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരെണ്ണം അടിക്കാറുണ്ട്. അത് പ്രത്യേകിച്ച് 35 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ്. മനസ്സിലായ 100%. പിന്നെ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവൊക്കെ ശ്രദ്ധിക്കണം. യൂറിക് ആസിഡിൻ്റെ സംഭവം അങ്ങനെയും വരാം. പെപ്സിയോ വല്ല കുടിക്കുന്നുണ്ടോ, കള്ള് കുടിക്കുന്നുണ്ടോ, കുടിക്കുന്നുണ്ടെങ്കിൽ ബീഫ് കൂടെ കഴിച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പോൾ അതൊരു പ്രായം വരെ പ്രശ്നം ഉണ്ടാകത്തില്ല. ഒരു 10, 32, 33 വയസ്സ് വരെ ഒന്നും അങ്ങനെ വലിയ വിഷയം കാണിക്കത്തില്ല. പക്ഷെ പിന്നീട് അത് അങ്ങനെ ഇരിക്കും. ചിലർ ചെക്ക് ചെയ്യാത്തതുകൊണ്ട് അറിയത്തില്ല. ചിലപ്പോൾ അവർ 50 വയസ്സാകുമ്പോൾ ഭയങ്കര അറ്റാക്ക് വന്ന് ഇരുന്ന് പോകും. അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് മുമ്പ് ചിലപ്പോൾ കഷ്ടിച്ച് രക്ഷപ്പെടും. മനസ്സിലായോ? അതാണ് ബീഫിൻ്റെ കുഴപ്പമില്ല. ബീഫ് ഇപ്പോൾ ഇവന്മാർ ഈ സംഖ്യകളൊക്കെ പറയുന്ന പോലെ അല്ല ബീഫ് അവർ കഴിക്കാതിരിക്കുന്നതിൻ്റെ കാരണവും ഞാൻ കഴിക്കാതിരിക്കുന്നതിൻ്റെ കാരണവും രണ്ടാണ്. ഞാൻ ചിലപ്പോൾ ചില കടയിലൊക്കെ ചെന്നാൽ വല്ലപ്പോഴും ബീഫ് കഴിക്കാറുണ്ട്. ഹോട്ടലിൽ നിന്നൊക്കെ. വീട്ടിൽ വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ ബീഫ് കഴിക്കാറുണ്ട്. ചിക്കനാണ് കൂടുതലും കഴിക്കുക. ചിക്കൻ വലിയ പ്രശ്നമില്ല. ചിക്കനകത്തൊന്നും ഇല്ല ഇത്ര ഫാറ്റോ. തൊലി കളഞ്ഞ് കഴിച്ചാൽ മതി. തൊലിക്കടിയിലേ കുറച്ച് ഫാറ്റുള്ളൂ. അതും ഒക്കെ ഒഴിവാക്കി ഭയങ്കര പക്ക ക്ലീനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഒന്നും വരത്തില്ല. പക്ഷെ നമുക്ക് അത്രയും കൂടെ പറ്റത്തില്ല എന്തൊക്കെ ചെയ്താലും. അപ്പോൾ ഈ ഒരു അറ്റാക്ക് കടിച്ച് മരുന്നെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് എന്നാൽ പോലും പറ്റുന്നില്ല. അത് പിന്നെ ഇത് കൂടും. ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് വരാതിരിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനൊരു ഉപദേശം സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാ ആശുപത്രികളിലും എല്ലാ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കേണ്ടതാണ്. കുട്ടികളോട്ട് പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഡയറ്റിനെ പറ്റി, ഹെൽത്തിനെ പറ്റിയും, ഈ പറഞ്ഞ പോലെ ബ്ലഡ് ചെക്കപ്പിനെ പറ്റിയും, ഈ ഹെറിഡിറ്ററി ആയിട്ടുള്ള രോഗാവസ്ഥകൾ നമുക്ക് വരാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു അവബോധമൊക്കെ നമുക്കുണ്ടായിട്ട് 25 വയസ്സ് 30 വയസ്സ് എന്നീ കാലഘട്ടങ്ങളിലുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ കൃത്യമായിട്ട് ചെയ്യണമെന്നും, അതുപോലെ തന്നെ ഈ കാലറീസും മറ്റേ പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും അതുപോലെ തന്നെ ഫാറ്റും കൊളസ്ട്രോളും BP ഷുഗറും ഒക്കെ നോക്കിയും കണ്ടുമൊക്കെ വേണം ഡയറ്റൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനത്തെ ഒരു ശീലം ഉണ്ടാക്കുക. ഇതിനെപ്പറ്റി ഒന്നും നമ്മൾ പഠിപ്പിച്ചിട്ടേ ഇല്ല. ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനം പഠിപ്പിച്ചിട്ടില്ല. ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ് ഞാൻ ഇടയ്ക്ക് പറയത്തില്ലേ. എവറിത്തിങ് അല്ല, സംതിങ്. ക്യാരക്ടർ മെയിൻ. അത് പിന്നെ പറയാൻ ഇവിടെ ആർക്കും ഇല്ല. അത് അറിയത്തില്ല ആൾക്കാർക്ക്. ക്യാരക്ടർ എന്താണെന്ന് പിടി ഇല്ല. ഈ ക്യാരക്ടർ ഞാനിപ്പോൾ ഏത് ക്യാരക്ടർ ചെയ്യുന്ന നടന്മാർക്കൊക്കെ ക്യാരക്ടർ ഉണ്ടെന്ന് ഇവർ വിചാരം. അവർ അഭിനയിക്കുന്ന ക്യാരക്ടർ അതറിയത്തില്ല. എല്ലാവരും ഒരു ക്യാരക്ടർ അഭിനയിക്കുക. അപ്പോൾ ഈ ഹെൽത്തിനെ പറ്റി ഇങ്ങനെ ഒരു ധാരണ ഇല്ലാതെ വരിക. എല്ലാ പിള്ളേരും പഠിപ്പിച്ചെടുക്കുക. എന്നാൽ അവർക്ക് എക്സസൈസ്, ഗെയിംസ് ഇങ്ങനെയുള്ളൊരു ശീലം ഉണ്ടാക്കുക. ഡെയിലി ഇങ്ങനൊരു റുട്ടീൻ അവർക്ക് ഡെയിലി ലൈഫിൽ ഒരു എക്സസൈസ് ചെയ്യാതിരിക്കാൻ പറ്റാതെ വരരുത്. കൊച്ചുങ്ങൾ തൊട്ട് ആ ട്രെയിനിങ് കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാതെ ടൈം ആകുമ്പോൾ ഇതങ്ങ് വരും. മനസ്സിലായില്ല. നമ്മുടെ ഈ ശീലങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഇതൊന്നും ഇവിടെ ആരും പഠിപ്പിക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ പാരമ്പര്യ പ്രശ്നമായിട്ട് എൻ്റെ വലിയപ്പൻ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ മരിച്ചത്. അമ്മയ്ക്കുണ്ടത്. അമ്മയ്ക്ക് അറ്റാക്ക് വന്നിട്ട് 50 വയസ്സിലാണ് അറ്റാക്ക് അടിക്കുന്നുണ്ട്. 10 വർഷമായിട്ടൊക്കെ ഉള്ള മരുന്ന് തന്നെ കഴിച്ച് ജീവിക്കുന്നുണ്ട്. 20% ഹാർട്ടിൻ്റെ പമ്പിങ്ങേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അറ്റാക്ക് വരുന്നത്. എനിക്ക് അറ്റാക്ക് വന്നപ്പോൾ ചോദിക്കുക ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ? ഇതേ കാര്യം മമ്മിയോട് ചോദിക്കുന്നുണ്ടാണ്. ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ? ഡോക്ടർമാർ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് പറയും. ഓക്കെ, എന്നാൽ അപ്പുറത്തെ മകൻ ഇപ്പോൾ ഉണ്ട്. അയാൾക്ക് ഇത് വരുമെന്ന് ഇവർക്ക് അറിയാം അല്ലേ? അപ്പോൾ നിർബന്ധമായി ഇയാളെ അന്ന് തൊട്ടേ മോണിറ്റർ ചെയ്യണം. അത് അമ്മയും കുടുംബം അറിഞ്ഞ് ഡോക്ടർക്കടക്കം കൺസൾട്ടേഷൻ വെച്ചിട്ട് ആ ഡോക്ടർ ഇത്ര ഗ്യാപ്പ് ഇട്ട് ഇയാളെ ചെക്ക് ചെയ്യേണ്ടതല്ലേ? അതല്ലേ ആ ഹെൽത്തിൻ്റെ, നമുക്ക് ഒരാളെ ഹെൽത്തി ആയിട്ട് നിർത്തുക എന്നുള്ളതല്ലേ ശരിക്കും മെഡിക്കൽ സയൻസ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഏതെങ്കിലും ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാനിത് എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു തരത്തിലാണ്. നമ്മളൊരു മെഡിക്കൽ മാഫിയ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. അങ്ങനെയൊന്നല്ല. ഇങ്ങനത്തെ നെഗ്ലിജൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ മാഫിയ. എന്ന് വെച്ചാൽ നേരത്തെ മരുന്ന് കൊടുത്താൽ 2 മരുന്ന് കഴിച്ചുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ 50 വയസ്സാകുമ്പോൾ അറ്റാക്ക് വരത്തുള്ളൂ. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു 35 വയസ്സാകുമ്പോൾ അറ്റാക്ക് അടിക്കും. അപ്പോൾ എനിക്ക് 2 ലക്ഷം രൂപയുടെ സർജറി ആവും. ഒരു 6 മാസം ഒരു 1 ലക്ഷം രൂപയുടെ മരുന്ന് കഴിക്കണം. അല്ലെങ്കിൽ ആസ്പിരിനും മറ്റേ ഗ്ലോബലല്ല, ആസ്പിരിനും റോസോസ്റ്റാറ്റിനോ അറ്റോറോസ്റ്റാറ്റിനോ ഒക്കെ പറയുന്ന മരുന്ന് മാത്രം കഴിച്ചാൽ മതി. 2 കഴിച്ചാൽ മതി. അതായിട്ടിരുന്നാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. മനസ്സിലായോ? അതേസമയം ഇതിൻ്റെ ഡബിൾ ഡോസും അതിൻ്റെയൊക്കെ കൂടുതൽ ഈ പ്രൊസീജിയറും ചെയ്യിക്കുന്ന അവസ്ഥയിൽ എത്തിക്കുന്നതിന് മുമ്പേ വേണമെങ്കിൽ എനിക്കൊരു പ്രിവെൻറ്റീവ് മെഷർ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുപോലെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക്, പേരൻസിന്, അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ മകൾക്ക് കാണാൻ സാധ്യത ഉണ്ട്. ആർക്കറിയാത്ത ഹൈപ്പർ ടെൻഷൻ അങ്ങനെ തന്നെ, പല കേസും അങ്ങനെ തന്നെ. അപ്പോൾ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ സമയങ്ങളിൽ ചെക്കപ്പ് നടത്തിയിട്ട് അതിനൊരു കൺസൾട്ടേഷൻ വെച്ച് മോണിറ്റർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളത് ഇവിടുത്തെ സ്കൂളുകൾ തൊട്ട് പഠിപ്പിക്കേണ്ടതല്ലേ? ഇത് അത്രയും പഠിപ്പിക്കാനുണ്ടോ? ഇത് എത്ര പ്രാവശ്യം പഠിപ്പിക്കണം? ഈ ആവശ്യമില്ലാത്തൊക്കെ പഠിപ്പിക്കുമല്ലോ ഇവിടെ. ഒരു പ്രയോജനമില്ലാത്ത എന്തെല്ലാം കാര്യം പഠിച്ചേക്കും. അതൊക്കെ പഠിപ്പിക്കും. അതൊക്കെ എല്ലാവരും പഠിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക സ്വർഗത്തിൽ പോകാൻ. ഇവിടെ നരയിക്കുക. ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്ത് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാത്തവന്മാരാണ് സ്വർഗത്തിൽ പോകാൻ പോകുന്നത്.
ഇതിൽ കുറേ പേർക്ക് അറിയാവുന്ന വിഷയം വലിയ കാര്യമായിട്ടാണ് പറയുന്നത്. ഇതൊക്കെ പഠിച്ചിട്ട് വിമർശിക്കും സുഹൃത്തേനൊക്കെ. ഈ തൊലിഞ്ഞ പരിപാടിയോ, ഈ ഊളത്തരവോ, ജീവിതത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരായിരിക്കും ഈ പുസ്തകമൊക്കെ തുറന്ന് വായിക്കുന്നതന്നെ. ഈ മതഗ്രന്ഥം എന്ന് പറയുന്നതും റിലീജിയനെന്നും ജാതി എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നവനൊക്കെ എന്തൊരു ജീവിതമായിരിക്കും. ഈ ജാതി പ്രശ്നമൊക്കെ അല്ലേ വേടൻ്റെ പ്രശ്നം. അപ്പോൾ വേടന് ബീഫ് കഴിക്കാവോ? ബീഫ് ഒരു പ്രശ്നമല്ല വേട. അത് അങ്ങനെ കാണണം, അങ്ങനെ പഠിപ്പിക്കരുത്. ഇങ്ങനത്തെ പൊളിറ്റിക്സ് ഒക്കെ പറയുമ്പോൾ ശരി ഏതൊക്കെ ഇവിടെ ഉണ്ടാവും, പക്ഷെ അതിനേക്കാൾ പ്രാധാന്യമുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇത്തിരി വിഷയങ്ങൾ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് പലയിടത്തും. ഈ മൈരന്മാരുടെ അവസ്ഥ മോശമാണ്, ശരിയാണ്. ഈ ജാതി എന്താണെന്നൊക്കെ അറിയുന്നത് തന്നെ അപകടമാണ്. എനിക്കൊക്കെ പണ്ട് കൊച്ചിലെ ഇത് പോയിട്ടുണ്ട്. ഏതോ കുഞ്ഞു പ്രായത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞത് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടും മനുഷ്യനെ വേർതിരിച്ച് കാണുമ്പോൾ നമുക്കൊരു വിഷമവും അതൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് ശരിക്കും. കാരണം എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ എല്ലാവരും പല ജാതിയിലുള്ളവരാണെന്നും അവരെ പിന്നെ ഏതോ വീട്ടിൽ പോയി കഴിക്കരുതെന്നൊക്കെ പറയുന്ന സീനൊക്കെ ഭയങ്കര മോശമാണ്. അതെനിക്ക് ഇഷ്ടമല്ല, അന്നും കേൾക്കുന്ന ഇഷ്ടമല്ല, ഒരിക്കലും ഇതിങ്ങനെ പറയാൻ പാടില്ല. ആരും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അവരോട് എനിക്ക് വെറുപ്പ് തോന്നിയിട്ടുണ്ട്. അത് അങ്ങനത്തെ അവസ്ഥകളിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ എന്താണ് നമ്മളൊരു ജീവൻ രക്ഷിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരാൾ കൈ എടുത്തുകൊണ്ട് ഓടുന്ന ആൾ ആരാണെന്ന് നോക്കുമ്പോഴേ ആ വ്യത്യാസം അറിയത്തുള്ളൂ. അത് അങ്ങനെ അനുഭവം ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അനുഭവമുള്ളവർക്ക് ഒരിക്കലും ചിന്തിക്കാനോ അതിനെ ഒരിക്കലും നമുക്കത് ഒരു തരത്തിൽ എങ്ങനെ പറയാൻ സമ്മതിക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇവിടെ ഇപ്പോൾ എന്താ അവസ്ഥ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ജാതിയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു തലമുറ ബാക്കിയുണ്ട്. അവരിനെ എന്ത് ചെയ്യാനാണ്, അതുങ്ങളെല്ലാം ചത്തൊടുങ്ങിയാലേ ഇത് തീരത്തുള്ളൂ. അടുത്ത ജനറേഷൻ വരുന്ന പുതിയ പിള്ളേർ അടിപൊളിയാണ്. അവർക്കതൊരു വിഷയമല്ല. അവർക്ക് ദൈവവിശ്വാസം തന്നെ ഇല്ലാത്തതുകൊണ്ട് ഈ ജാതി മതവും വരത്തില്ല തലയിലോട്ട്. കുറച്ചൊക്കെ ഈ റിച്വൽസും ഫെസ്റ്റിവൽസും ഒക്കെ ഇവർക്ക് ഉണ്ടാവും, ചില സെറമണീസ് ഒക്കെ നടത്തും. അല്ലാതെ അവർക്ക് ആ ബിലീഫ് എന്ന് പറയുന്ന സാധനം മറ്റവർക്കുള്ള പോലെ ആ കോർ സാധനം ഇല്ല. അതുകൊണ്ട് തന്നെ ആ നശിച്ചവന്മാർ തീരുമ്പോൾ ഈ ചോദ്യം പറച്ചിലൊക്കെ നിൽക്കും. പേര് ചോദിച്ചിട്ട് അജു എന്ന് പറയുമ്പോൾ ഫുൾ നെയിം എന്താണെന്ന് ചോദിക്കും. എന്താ അജു മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ എന്ന് അവർക്ക് അറിയേണ്ടത്. എൻ്റെ പേരിനകത്ത് അജു എന്ന് പറയുമ്പോൾ അർജുനാണോ അതോ വെറും അജു ആണോ അതോ അജ്മലാണോ, ഈ സംശയം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് കുറേ കഴിഞ്ഞപ്പോഴാണ്. ഗൾഫിൽ ചെന്നപ്പോഴാണ് മനസ്സിലായി. എനിക്ക് ആദ്യമായിട്ട് ഗൾഫിൽ വെച്ച് ചോദ്യം വരും. ഒരുത്തർ എന്നോട് അജു എന്ന് പറയുന്നത് നമ്മുടെ ആളാണല്ലേ എന്ന്. ഞാൻ അല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളുണ്ടോ, അതാരാടാന്ന്. അപ്പോൾ അവന് മനസ്സിലായി കുളമായി. അങ്ങനെ ഇരിക്കുന്നു. ചെറിയ അതും ഒരു 10-30 വയസ്സൊക്കെ ഉള്ളൊരുത്തനാണ്. അത്ര കിളവൻ ടൈപ്പ് അല്ല, ചെറുപ്പക്കാരൻ തന്നെയാണ് ചോദിച്ചത്. മനസ്സിലായോ? ഇത് എല്ലാവരുടെ ഉള്ളിലൊക്കെ ഉണ്ട് ഇതൊക്കെ. പക്ഷേ അതല്ലാത്തൊരു അനുഭവമുള്ള ആൾക്കാരുണ്ട്. അതിനകത്ത് സൗഹൃദത്തിന് സ്ഥാനമുണ്ട്. നമ്മുടെ ജീവിത രീതിക്കൊരു വലിയ കാര്യമുണ്ട് എല്ലാം. പിന്നെ നമ്മൾ അറിയുന്നതും എന്താ പറയുക പ്രവർത്തിക്കുന്ന മേഖലയും ചുറ്റുപാടുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. ഇത് അനുഭവമില്ലാത്ത ഒരാളോട് പറഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലാക്കുക. അത് നല്ല അനുഭവം വേണം, എന്നാലേ അത് തിരിച്ചറിയാനുള്ള ബോധം ചേർക്കാൻ ഉണ്ടാകത്തുള്ളൂ. എനിക്ക് പക്ഷേ അങ്ങനെ ഉണ്ടാകാൻ നല്ലതാണ്. ഞാൻ അനുഭവങ്ങളുണ്ട് എനിക്ക്, പക്ഷേ ഞാൻ ഒരിക്കലും ഇവരും ആര് പറയുന്നത് ഞാൻ അനുസരിച്ചിട്ടില്ല. ഈ വക കാര്യങ്ങൾ ഒരു നല്ല മനുഷ്യനെ കാണുമ്പോൾ അയാളുടെ ജാതി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ഒരു സ്വയം നമ്മൾ ആത്മഹത്യ ചെയ്യുന്ന അതിലും അപ്പം തന്നെ ആത്മഹത്യ ചെയ്യണം. മനസ്സിലായില്ലേ? അങ്ങനെ തോന്നിയാൽ അവിടെ വെച്ച് മരിച്ചേക്കണം. അയാൾ ഒരു നല്ലൊരു മനുഷ്യൻ നമ്മളോട് നല്ല രീതിയിൽ ഇടപെടുമ്പോൾ അയാളുടെ ജാതി എന്താണെന്നൊക്കെ എനിക്ക് അന്വേഷിക്കാൻ തോന്നിയെന്ന് പറഞ്ഞാൽ അപ്പോൾ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും ഓടിച്ചെന്ന് വല്ല കെട്ടിടത്തിന് മുകളിലോട്ടോ തെങ്ങനെയൊന്നും കയറി ചാടാൻ പറ്റത്തില്ല. കാരണം പണ്ടൊക്കെ അത് പറ്റത്തുള്ളതാണ്. പണ്ടൊക്കെ ഉള്ള ഒരു ആത്മഹത്യ കൊണ്ട് വലിയ കൊക്കയുടെ മുടിഞ്ഞാണ് സൂയിസൈഡ് പോയിന്റ് ഒക്കെ വേണമെന്ന്. അല്ല തെങ്ങ കയറിയിട്ട് കൈ മരത്തെ കയറിയിട്ട് ചാടണം, അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. കിണറ്റിലോട്ടൊക്കെ ആൾക്കാർ എടുത്ത് ചാടുന്നുണ്ട്. മനസ്സിലായോ? ഇപ്പം പക്ഷേ അതിന് ആവശ്യമില്ല. ഒരു ഫ്ലാറ്റ് മണ്ടൊക്കെ കയറി അതുകൊണ്ട് ഇതിനകത്തൊക്കെ ഇവിടെ ഒതുങ്ങുന്നത്. അല്ലെങ്കിൽ ആൾക്കാർ അങ്ങ് പോകേണ്ടി വരുന്നത്. സൂയിസൈഡ് പോയിന്റ്സ് ഇപ്പോൾ വലിയ ആത്മഹത്യയില്ല. സൂയിസൈഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെയാണ്. മനസ്സിലായില്ലേ? അതങ്ങനെ മാറാനുണ്ടായ കാരണം ഈ ഫ്ലാറ്റുകളും ട്രെയിനും വണ്ടിയും എല്ലാം കൂടെ വന്നപ്പോൾ ആത്മഹത്യ ചെയ്യുന്നവർക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. കൈ മുറിക്കുന്നവർ കണ്ണ് കൈ മുറിക്കുന്നുണ്ട്, തൂങ്ങി വയ്ക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ പണ്ട്. പിന്നെ വിഷമുണ്ട്, വെള്ളത്തിൽ ചാടുന്നുണ്ട്. പക്ഷേ ഈ തെങ്ങ കയറി കൈ വിടണം, മരത്തെ കയറി ചാടണം എന്നൊക്കെ പറയുന്ന സാധനം അത് സൂയിസൈഡ് പോയിന്റിലാണ് പണ്ട് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഫ്ലാറ്റ് ഇവിടെ ഇത്രയൊക്കെ പറയേണ്ടി വന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ടത്. അതൊരു ആത്മഹത്യ എന്ന് പറയുന്ന തുല്യമായ ഒരു പ്രവൃത്തിയാണ്. ഒരു നല്ല കാര്യം ചെയ്തു, അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യൻ എന്തോ ഒരു കഴിവുണ്ടെങ്കിൽ തന്നെ അതിനെ പ്രശംസിക്കാതെ അതിനകത്ത് ഇവന് ഇന്ന ജാതിക്കാരനാണ് അവനെന്തിനാ ഇവിടെ വന്നേ എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അയാൾക്ക് എന്തോ കുഴപ്പമുണ്ട്. അയാളുടെ കുഴപ്പമെന്ന് പറയുന്നത് എനിക്ക് വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണോ, അത് ഈ ഒരു ചുറ്റുപാടിന് പുറത്തേക്ക് ജീവിതം മനസ്സിലാവാത്തതുകൊണ്ടാണോ, കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണോ, അറിയാത്തതുകൊണ്ടാണോ? അത്രയ്ക്ക് വിദ്യാഭ്യാസക്കുറവൊന്നുമില്ല. പലരും ഭയങ്കര വിദ്യാഭ്യാസമുള്ളവർ IAS IPS ഓഫീസർ വരെ പറയുന്നുണ്ട് ജാതി. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമല്ല, എക്സ്പോഷറിൻ്റെ പ്രശ്നമല്ല. ഇവിടെ ഒരു മാനസിക നിലയുണ്ട്. ഇവരുടെ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു ഉള്ളിൽ ഇത് കിടക്കുന്നവരെല്ലാം കുറച്ച് ഭയങ്കര മാനസിക രോഗികളായി മാറുന്നുണ്ട്. ഞാൻ ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ ചിന്താഗതി ഉണ്ടായിട്ട് മാനസിക നില തെറ്റുക ചെയ്യുന്നത്. ഇവർക്ക് ഇത് കയറി അവരൊന്നെങ്കിൽ മദ്യപാനം അല്ലെങ്കിൽ കഞ്ചാവ്, അതും അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഭയങ്കര വിഷയമാണ് അവർക്ക്. ജാതി പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഏത് കാസ്റ്റിൽപ്പെട്ടവരുണ്ട്. മനസ്സിലായില്ല? അതെല്ലാ നിലയിലും ഉണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും താഴെ കിടക്കുന്നവരെ അതിൻ്റെ തൊട്ട് മുകളിലുള്ളവരും താഴെയാണെന്നാണ് പറയുന്നത്. മനസ്സിലായി? ഇപ്പോൾ പലയൻ്റെ താഴെയാണ് പറയുന്നതെങ്കിൽ ആ പലയനെ പുച്ഛിക്കും. കെട്ടിക്കിട്ടൊന്നുമില്ല പെൺപിള്ളേരൊന്നും. അതിന് മണ്ടയ്ക്കാണ് മറ്റവനെങ്കിൽ, അതിൻ്റെ മണ്ടയ്ക്കാണ് നായരെങ്കിൽ, നായരുടെ മണ്ടയ്ക്കാണ് ബ്രാഹ്മണെങ്കിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നവരോടങ്ങ് പുച്ഛം എല്ലാവർക്കും ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായില്ലേ? പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 4 പേർക്കേ ഉള്ളൂ. ഇതിൻ്റെ മണ്ടയ്ക്ക് വരുമ്പോൾ 8 ആയി. ഏറ്റവും മണ്ടയ്ക്ക് ഇരിക്കുന്നവരുടെ 10 പേർക്കും കലിപ്പ. മനസ്സിലായില്ലേ? ഇടയ്ക്കിരിക്കുന്നവരോട് താഴെ കിടയിലുള്ളവർക്ക് ഇവന് മണ്ടക്കോട്ട് കിടക്കുക. ഇവന് താഴോട്ട് കുറച്ച് പേരുണ്ട്. പക്ഷേ ഏറ്റവും താഴെ കിടക്കുന്നവൻ ആരും ഇല്ലെന്ന് താഴോട്ട്. അവൻ ആരെയും പുച്ഛിക്കും. ആ ഗതികേട് പുറത്തു നോക്കി ഒരുത്തിന് ഇങ്ങനെ നാടുണ്ടാണെങ്കിൽ അവർക്ക് കൊച്ചുപിള്ളേരെ പിടിപ്പിക്കും. എന്ത് ചെയ്യും? എല്ലാ വീട്ടിലും തന്നെ പിള്ളേരെയും പുച്ഛിച്ചാ വളർത്തുന്നത്. ഇവർക്ക് ആരുടെയും മണ്ടയ്ക്ക് കയറണം എന്നുള്ള കുറേ ആൾക്കാരുണ്ട്. അല്ലാത്തവർക്ക് ഈ പ്രശ്നമില്ല. എനിക്ക് ഒരു തരത്തിലുള്ള ഈ ഡിസ്ക്രിമിനേഷൻ പറ്റത്തില്ല. അത് എന്ത് സാധനമാണ്. ഞാൻ ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഈ കളറ്, കാസ്റ്റ്,
മറ്റേ ലാംഗ്വേജ് എന്തോ ആയിക്കോട്ടെ ഒന്നും എടുക്കത്തില്ല. ഞാനിപ്പോൾ പാകിസ്ഥാനി ആദ്യമായിട്ട് കാണുന്നത് ഗൾഫിൽ വെച്ചാൽ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് അവരോട് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഇവരോട് സംസാരിക്കാനും ഇടപെടാനും ആ ഒരു സ്നേഹം ഉണ്ടായത്. എനിക്കങ്ങ് സന്തോഷമായി പോയി പാകിസ്ഥാനി സുഹൃത്തുക്കളെ കിട്ടി തുടങ്ങിയത് ശരിക്കും പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയണമായിരുന്നുണ്ട് പാകിസ്ഥാനികളെല്ലാം കൊല്ലണമെന്നൊക്കെ പറയുക. അത് എല്ലാ ക്ലാസ്സിലും ഡ്രൈവർ, ഓപ്പറേറ്റർ, ലേബർ, ഓഫീസിൽ മാനേജർ ലെവലിലുള്ള എല്ലാ പാകിസ്ഥാനികളായിട്ടും ടാക്സിക്കാർ എല്ലാം എൻ്റെ കൂട്ടുകാരാണ്. വളരെ ആത്മാർത്ഥമായിട്ട് ഇന്ത്യൻസിനോട് പാകിസ്ഥാനികളും പാകിസ്ഥാനോട് ഇന്ത്യൻസ് കുറച്ച് പേര് എല്ലാവരും ഇടപെടില്ല. പക്ഷേ പാകിസ്ഥാനികളോട് ഇടപെടുന്ന ഇന്ത്യൻസിനോട് അവർക്ക് എന്തൊരു സ്നേഹമെന്നറിയോ? അതൊക്കെ അനുഭവിക്കണം. അല്ലാതെ ഇത് ഒന്നാതെ എന്തോ പഠിച്ചു വെച്ചു എന്തോ തെറ്റിദ്ധാരണ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരുപോലെ കാണുന്ന ടൈപ്പ് മനുഷ്യർ. ഞാൻ പറഞ്ഞില്ലേ, അവൻ്റെ സ്പോട്ട് ഏതെങ്കിലും കെട്ടിടത്തിന് മുകളിൽ ചാടിയോ, ജീവിതം പാഴ. അതല്ലത്, അങ്ങനെയല്ലത്. നല്ലതും ചീത്തയൊക്കെ ഉണ്ട്. നമുക്ക് പറ്റാത്തതെല്ലാം ചീത്തയാണ്, മനസ്സിലായില്ലേ? എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ എന്താണോ അത് ഞാൻ ഉപേക്ഷിക്കണം, അത് കളഞ്ഞിട്ട് പോകണം, അങ്ങോട്ട് ശ്രദ്ധിക്കരുത്. അതിനകത്തോട്ട് അവനെ നശിപ്പിക്കാൻ നിൽക്കണ്ട. പോട്ടെ വൈകുന്നു പറഞ്ഞാൽ അത് പോട്ടെ, നമ്മുടെ വഴിക്ക് പോകാന്നുള്ളതേ ഉള്ളൂ, മനസ്സിലായില്ലേ? അല്ലാതെ ഈ റോബിൻ ചോദിക്കുന്നുണ്ട് മനസ്സിലായില്ലേ. റോബിൻ എന്ത് ചോദിച്ചാലും ഇടയ്ക്ക് ചോദിക്കും മനസ്സിലായില്ലേ. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല അവൻ്റെ പരിപാടി എന്നോ. അയ്യോ എന്ന് പറഞ്ഞതുണ്ട്. അപ്പോൾ അത്രേ ഞാൻ ചെയ്തുള്ളൂ. ഈ ജാതി മതം നോക്കിയിട്ട് തെണ്ടികളെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ജാതി മതം തെണ്ടികൾ പറയുമ്പോൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടൊക്കെ തോന്നുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് നാറി ചെറ്റായി പൊളിറ്റിക്കലി ഇൻകറക്റ്റ് അതും പറയാൻ പാടില്ല. വാക്കുകൾ വരുന്നതേ ഉള്ളൂ. എൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നമുക്ക് അത്രയും വാക്കുകളെ അറിയത്തുള്ളതുകൊണ്ടാണ്, മനസ്സിലായില്ലേ? അതിൽ മൈരൻ, അത് ഞാൻ ഈ മൈരൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. എനിക്ക് കറക്റ്റായിട്ട് ചിലത് കിട്ടത്തില്ല. ഇതിൻ്റെയൊക്കെ എന്നെ അറിയുകയും ചെയ്യാം, അതാണ് പ്രശ്നം. ഞാൻ കഴിഞ്ഞ ദിവസം ആരോട് പറഞ്ഞു ചെറ്റത്തരം കുറേ പ്രാവശ്യം ഡോക്ടർ പറഞ്ഞു ഞാൻ മെസ്സേജ് ചെറ്റത്തരം അധികം പ്രാവശ്യം പറയരുത്, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. സൈക്കാട്രിസ്റ്റാണ് പുള്ളിക്ക്, എന്നെ അറിയത്തൊന്നുമില്ല. ഞാൻ വീഡിയോ കണ്ടുകൊണ്ട് വെറുതെ ഞാൻ മെസ്സേജ് അയച്ചു. അപ്പോൾ അതൊത്തിരി പറയാൻ കൊള്ളത്തില്ല. ഇനി എന്താ കഴിവേറി ഇന്നതൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് വേണ്ട വാക്കുകളാണെന്നാണ് പറയുന്നത്. എനിക്കത് വിഷയമല്ല, കാരണം നമ്മൾ ആ ഒരു അർത്ഥത്തിലും അല്ല, അല്ലെങ്കിൽ അതങ്ങ് കേട്ടിട്ട് സിനിമ വരെ കേട്ടിട്ടുള്ള ഒരു സാധനം പറയുന്നതേ ഉള്ളൂ. അല്ലാതെ അതിനെ ആ അർത്ഥത്തിൽ എടുക്കേണ്ട ആവശ്യമൊന്നും പലയിടത്തും ഇല്ലായിരുന്നു. പക്ഷേ ഇവരൊക്കെ ആവശ്യത്തിന് എടുക്കും, ചില സ്ഥലത്തങ്ങ് എടുക്കും ചിലർ. അത് അവർക്ക് അറിയാം, പക്ഷേ എടുക്കേണ്ട സ്ഥലം ആരെയാണെന്നൊക്കെ അറിയാം. എൻ്റെ അടുത്ത് എടുക്കത്തില്ല, അത് ഉറപ്പാണ്. അതാകെ ഈ മോഹൻലാലും പാർട്ടീസും മാത്രമേ ഉള്ളൂ ആ രീതിയാണ്. അമ്മ സംഘടനയ്ക്ക് എടുക്കും മൈരെന്ന് പറയുമ്പോൾ, കണ്ടു അവൻ മൈരെന്ന് വിളിച്ചത് എന്നെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ അവർക്ക് തോന്നിയിട്ടുള്ളത്. അത് വേറെ ആർക്കും തോന്നിയില്ല. പിന്നെ ചിലർക്ക് തോന്നുന്നുണ്ടില്ലെന്നല്ല, പക്ഷേ എന്ത് ചെയ്യാനാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ബീഫാണ്. ബീഫ് ഗോമാതാവാണ്. ഗോമാതാവിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം കേട്ടോ. അത് വേടനാണേലും വേടത്തിയാണേലും ഇനി ഏതെങ്കിലും വെകിടനാണേലും ആരാണേലും ഗോമാതാവെ റെസ്പെക്ട് ചെയ്യണം. ഗോമൂത്രം കുടിക്കണം, ചാണകം തിന്നണം. എന്നാലേ നിനക്ക് ഈ രാജ്യത്തിനോട് സ്നേഹം ഉണ്ടാകത്തുള്ളൂ. രാജ്യസ്നേഹം എന്നാൽ പശുവിനെ സ്നേഹിക്കുക, പശുവിൻ്റെ മൂത്രം കുടിക്കുക, പശുവിൻ്റെ തീട്ടം തിന്നുക, അതൊക്കെയാണ് രാജ്യസ്നേഹം. ഇല്ലെങ്കിൽ എനിക്ക് രാജ്യത്തിനോട് സ്നേഹമില്ല. ഈ ഒരു രാജ്യദ്രോഹിയല്ലടാ വേണം.